ഹലോ, ഞാൻ സുജിത്ത്. വെൽക്കം ടു എസ് ജേണി വ്ളോഗ്സ്. കുറേ നാളായിട്ട് പോഡ്കാസ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 4-5 വീഡിയോളം പോഡ്കാസ്റ്റ് മാത്രമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൈക്കിൻ്റെ റിവ്യൂ ആണ്. ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറയുന്ന ഒരു വയർലെസ് മൈക്കാണിത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈക്കാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൈക്കിൻ്റെ യൂസർ റിവ്യൂ ആണ്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്നവർക്ക് മൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു മൈക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാം. ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പോൾ 4 മാസത്തോളമായി ഞാൻ വാങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഒരു യൂസർ റിവ്യൂ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിനകത്ത് ചാർജിങ് കേസ് ഉണ്ടാവും. ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ 2 മൈക്ക് വരും. ഇവിടെ വരണം. പിന്നെ ഇത് നമ്മുടെ ക്യാമറ കണക്ട് ചെയ്യാനുള്ളതാണ്. DSLR-ഉം അങ്ങനെയുള്ള ക്യാമറകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. 2 മൈക്ക്, ഒരെണ്ണം ഞാൻ ഉപയോഗിക്കുന്നു, ഒരെണ്ണം ഇതിലിരിപ്പുണ്ട്. 2 മൈക്ക് ഇതിൽ വരണുണ്ട്. ഹോളിലാൻഡ് ലാർക്ക് M2ൻ്റെ കോംബോ പാക്കാണിത്. ഐഫോണിൽ, ആൻഡ്രോയിഡിൽ, ക്യാമറയിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോംബോ പാക്കാണിത്. ഇവർക്ക് തന്നെ മൊബൈലിൽ മാത്രം ഉപയോഗിക്കാനുള്ളത് പറഞ്ഞുണ്ട്, ക്യാമറയിൽ മാത്രം ഉപയോഗിക്കാനുള്ളത് പറഞ്ഞുണ്ട്. അത് ഇതിനേക്കാളും വില കുറവാണ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോഴേക്കും കുവൈറ്റ് റേറ്റ് 45 KD ആണ് ഇപ്പോഴത്തെ റേറ്റ്. ഇന്ത്യയിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവൈലബിൾ അല്ല. നേരത്തെ അവൈലബിൾ ആയിരുന്നു. ഞാൻ ഇത് മേടിക്കുന്ന സമയത്ത് ഒരു 4 മാസം മുമ്പ് 12,500 രൂപയായിരുന്നു നാട്ടിലെ വില. ഇത് ഇറങ്ങിയ സമയത്ത് ഇന്ത്യയിൽ 22,000-23,000 അങ്ങനെ എന്തോ ആയിരുന്നു. 20,000-ന് മുകളിലായിരുന്നു ഇതിൻ്റെ വില. കുവൈറ്റിൽ ഇത് ഇപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തായിരുന്നു. താൽമയിലുള്ള AAB വേൾഡ് എന്ന് പറയുന്ന ഒരു ഷോറൂമിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ 3 അഡാപ്റ്റർ വരുന്നുണ്ട്. ഇത് ഐഫോണിലോട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാനുള്ളത് ഞാൻ ഇപ്പോൾ ഫോണിൽ കണക്ട് ചെയ്തൊക്കെയാണ്. പിന്നെ നേരത്തെ കാണിച്ച് ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഈ കേസിനകത്ത് തന്നെ വരും. 40 മണിക്കൂർ വരെ ഈ ഒരു ചാർജിങ് കേസിൽ ചാർജ് നിൽക്കും. മൈക്ക് 10 hour ആണ്. കണ്ടിന്യൂ മൈക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ 10 hour വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആരും ഉപയോഗിക്കാറില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ 4 മാസമായിട്ട് ഉപയോഗിക്കുകയാണ്. റിവ്യൂ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് വല്ലതൊന്നും ഇടാറില്ല. ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഡിസ്റ്റൻസ് ഇടാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ഷോപ്പിൻ്റെ റിവ്യൂ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് നമ്മൾ ഇടാറുണ്ട്. ആ ഒരു ടൈമൊക്കെ ഈ ഒരു മൈക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഈ ഒരു മൈക്കിന് 1000 feet വരെ റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. പിന്നെ ഈ മൈക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആ സൗണ്ട് തന്നെയാണ് ഈ മൈക്കിൻ്റെ ക്വാളിറ്റി. ഞാൻ ഒരുപാട് ലൗഡ്ലി പറയണമല്ല, ഞാൻ സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ആ ഒരു സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നു അത് തന്നെയാണ് ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ മൈക്കിൻ്റെ സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ഫോണിലാണ് റെക്കോർഡ് ആവുന്നത്, മൈക്ക് കണക്റ്റഡ് അല്ല. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ടും ഇനി മൈക്ക് ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്, ആ ഒരു സൗണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണോ അതാണ് ഈ മൈക്കിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ മൈക്ക് കണക്റ്റഡ് ആണ്. നേരത്തെ കേട്ട സൗണ്ടിൽ നിന്ന് ഈ ഒരു സൗണ്ടിലോട്ട് എന്താണോ വ്യത്യാസം അത് തന്നെയാണ് ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതൊരു വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നോയ്സ് ക്യാൻസലേഷൻ. നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഓണാണ്. ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് നോക്കിക്കോളൂ. നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയതിന് ശേഷം എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കാൻ പോവാണ്. നോയ്സ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓണാണ്. ഇപ്പോൾ നേരത്തെ കേട്ട ആ ഒരു സൗണ്ടിൽ നിന്ന് എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് ഈ ഒരു സൗണ്ടിൽ നിന്ന് മനസ്സിലാവും. കാരണം ഇപ്പോഴും വാഷിംഗ് മെഷീൻ ഓൺ തന്നെയാണ്. നോയ്സ് ക്യാൻസലേഷൻ വളരെ എഫക്റ്റീവാണ്. നോയ്സ് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് 2 വഴി ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ മൈക്കിൽ തന്നെ ഇവിടെ സൈഡിലായിട്ടൊരു യെല്ലോ കളറിലുള്ള സ്വിച്ച് ഉണ്ട്. ഇത് പ്രസ് ചെയ്യുമ്പോഴേക്കും നോയ്സ് ക്യാൻസലേഷൻ ഓണും ഓഫും ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യണ ഈ ഒരു ഇതിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് യെല്ലോ. ഇവിടെ നമുക്ക് ഓഫ് ഓൺ ചെയ്യാൻ പറ്റും. മീൻസ് നമുക്ക് ക്യാമറ യൂസ് ചെയ്യുന്ന ആളിനും നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ഓൺ ചെയ്യാൻ കഴിയും. ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നവർക്കും ഈ മൈക്ക് വഴി തന്നെ നമുക്ക് ഓൺ ഓഫും ചെയ്യാൻ പറ്റും. 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ ഒരു യൂസ്ഫുള്ളാണ്. ഇതിൽ പിന്നെ കണക്ട് ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ മൈക്കിൻ്റെ കൂടെ ഒരു മാഗ്നറ്റ് വരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് അകത്ത് മാഗ്നറ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇളകി പോകത്തൊന്നുമില്ല. നല്ല സ്ട്രോങ് ആണ്. നമുക്ക് യൂസ് ചെയ്യാനും ഈസിയാണ്. വെച്ചു ഒരു ബട്ടൺ പുറത്തിരിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരു ബട്ടൺ ആണെന്നുള്ള രീതിയിൽ പുറത്ത് കാണാൻ പറ്റത്തുള്ളൂ. ഈ മൈക്ക് നമുക്ക് പുറത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ വച്ചേക്കുന്ന പോലെ അകത്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കേസ് പറഞ്ഞുണ്ട്. ഈ കേസിനകത്ത് എന്തൊക്കെ പറഞ്ഞുണ്ടെന്ന് നോക്കാം.
വിൻഡൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെദർ പറഞ്ഞിട്ടുണ്ട്, 2 പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് കളറാണ്, നമ്മുടെ മൈക്ക് വൈറ്റ് ആയതുകൊണ്ടായിരിക്കാം വൈറ്റ് വന്നത്. മൈക്കിന് നമുക്ക് 2 കളറാണ് വരുന്നത്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, അങ്ങനെ 2 കളർ ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. ഇതിന് ഇവർ വിൻഡ് സ്ക്രീൻ എന്നാണ് പറയുന്നത്. നമ്മുടെ പൂച്ചയുടെയൊക്കെ ദേഹത്ത് തൊടുന്ന പോലെ ഒരു നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതിനകത്ത് ക്യാമറയെ കണക്ട് ചെയ്യാനുള്ള ഒരു വയർ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൊടുത്തേക്ക് പോലെ മാഗ്നറ്റ് വഴി കണക്ട് ചെയ്ത് വയ്ക്കാം, അല്ലാതെ ക്ലിപ്പ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പും അവർ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. പക്ഷെ എനിക്കിഷ്ടം ഈ മാഗ്നറ്റ് ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഇതേപോലത്തെ 2 ക്ലിപ്പ് വരുന്നുണ്ട്, ക്ലിപ്പിലും മാഗ്നറ്റ് വരുന്നുണ്ട്, അതുപോലെ ഹോളി ലാൻഡ് എന്ന് എഴുതിയിട്ടുമുണ്ട്. ഇത് ഒരു മലയാണ്, മല ഒന്നല്ല 2 ഉണ്ട്, എല്ലാം 2 ഉണ്ട്. ഇതിൽ നമ്മൾ ഈ മൈക്ക് ഇതിലും ഈ ഒരു മലയുടെ ലോക്കറ്റിലും മാഗ്നറ്റാണ്. ഈ ലോക്കറ്റിൽ ഇങ്ങനെ നമുക്കിത് കണക്ട് ചെയ്യാം, ഈ മൈക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളെ കഴുത്തിയിടാം. ഇതാ ഇങ്ങനെ കഴുത്തിയിട്ടേക്കാം, ജസ്റ്റ് ഒരു നൂല് കഴുത്തിയിട്ടേക്കുന്നതെന്നേ തോന്നുള്ളൂ. ഒരു ലോക്കറ്റായിട്ട് ഇതിങ്ങനെ കിടന്നോളൂ. മൈക്കാണ് എന്നുള്ളൊരു ഇത് ഫീൽ പോലും വരില്ല. നമുക്കിങ്ങനെ ലോക്കറ്റ് പോലെ ഇട്ടുകൊണ്ട് നടക്കാം. നമുക്കങ്ങനെ പല തരത്തിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചില മൈക്കുകളിൽ നമ്മളിതിപ്പം ഇത് കണക്ട് ചെയ്തിരുന്ന നമുക്ക് വോയിസ് കേൾക്കാൻ പറ്റില്ല, ഇത് ഊരിയിട്ടേ കേൾക്കാൻ പറ്റുള്ളൂ. ഇതിനങ്ങനെ ഇല്ല. നമ്മൾ ഇത് കണക്റ്റഡ് ആണെങ്കിലും നമുക്ക് ജസ്റ്റ് വീഡിയോ കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ എടുത്ത വീഡിയോ നമുക്ക് കേൾക്കാം, ആ സൗണ്ട് എല്ലാം വരും. ഇത് ഊരേണ്ട ആവശ്യമില്ല, അതൊരു വലിയ യൂസ്ഫുള്ളാണ്. ചില മൈക്കുകളിൽ അങ്ങനെയല്ല. ബോയുടെ ഒരു വയർഡ് ടൈപ്പ് മൈക്കാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത്. അത് വയറൊക്കെ ഇങ്ങനെ വളരെ നീളമുള്ളൊരു വയറാണ്, അത് ഊരുക എടുക്കുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് വയർലെസ് ആയതുകൊണ്ട് നല്ല ഉപയോഗമാണ്. നമ്മളൊന്നും അറിയുന്നില്ല, ഒരു മൈക്ക് കൊണ്ടു നടക്കണതിൻ്റെ ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ചെറിയ ബോക്സാണ്, എവിടെ വേണോ കൊണ്ടു നടക്കാം, പോക്കറ്റിൽ ഇരുന്നോളും. സൂപ്പർ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മൈക്കിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. ഒരു സ്റ്റിക്കറല്ല, ഒരുപാട് സ്റ്റിക്കർ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൈക്കിൻ്റെ ഈ ഒരു ലോഗോ നിങ്ങൾക്ക് കാണിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേത് സ്റ്റിക്കർ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മൈക്കിൻ്റെ ഈ ഒരു ലോഗോ വരുന്ന ഭാഗത്തോട്ട് ഒട്ടിക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ലോഗോ കണ്ടെന്നും പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി അഥവാ ഈ ലോഗോ കാണിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, ഇപ്പോൾ ഇത് വൈറ്റ് മൈക്കാണ്, വൈറ്റ് സ്റ്റിക്കറുണ്ട്, ഒട്ടിക്കാം. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സ്റ്റിക്കറുണ്ട്, സ്മൈലീസൊക്കെ വേണമെങ്കിൽ അത് ഒട്ടിക്കാം. ഒരു രസം, വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട. എനിക്ക് ഈ മൈക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. ഈ മൈക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കുക. കുവൈറ്റിലെ വില ഞാൻ പറഞ്ഞു, ഇപ്പോൾ 45 KD ആണ്. UAE-ലും ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ആയിരിക്കും. എല്ലാ ഗൾഫ് കൺട്രിയിലും ഇത് അവൈലബിൾ ആണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ അല്ല, വേറെ സൈറ്റുകളിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഹോളി ലാൻഡിൻ്റെ തന്നെ M2-ൻ്റെ വേറൊരു മോഡൽ വന്നായിരുന്നു, അതിൻ്റെ പേര് ഞാൻ വന്നിട്ട് ഓർക്കുന്നില്ല. വില ഏതാണ്ടൊക്കെ സെയിം ആണ്, ചെറിയ വ്യത്യാസമുള്ളൂ. ഞാൻ പോയി നോക്കിയപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് അതുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു 50 KD, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അത് ഈ മാഗ്നറ്റ് അല്ല അതിന് പറഞ്ഞത്, ബിൽറ്റ് ആയിട്ടൊരു ക്ലിപ്പാണ്. ആ ക്ലിപ്പാണ് പറഞ്ഞത്, അത് മാത്രമേ ഉള്ളൂ, മാഗ്നറ്റ് ഇല്ല. അതുകൊണ്ട് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഞാൻ ഇതെടുത്തു. സാധാരണ നമ്മൾ കണ്ടുവരുന്ന പോലെ പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ മുമ്പുള്ള പ്രോഡക്റ്റിനെ അവർ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്, എന്നാലേ പുതിയതിന് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ അങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണോ ഇന്ത്യയിലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സ്റ്റോപ്പ് ആക്കിയതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൾഫ് കൺട്രിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇത് എടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ കുവൈറ്റിൽ ഈ മൈക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ AAB വേൾഡ് എന്ന് പറയുന്ന ഷോറൂമിൽ പോവുക. സാൽമയിലാണ്, അവർക്ക് വേറെ പലയിടത്തും ഉണ്ട് ഷോറൂം. AAB വേൾഡ് ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഷോപ്പിൻ്റെ ലൊക്കേഷനൊക്കെ അവൈലബിൾ ആണ്, പോയി വാങ്ങിക്കാം. അപ്പോൾ ശരി, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരത്തേക്കും ബൈ ബൈ.